ശബരിമല കേസിൽ രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലുകൾ UDFനെ വലിയ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഒപ്പം പുതിയ പ്രസിഡന്റ് ദേവസ്വം പ്രസിഡന്റ് ജയകുമാറിനെയും. അതായത് ഇന്ന് രാവിലെ 11 മണിക്ക് രമേശ് ചെന്നിത്തല രഹസ്യമായി SITക്ക് മൊഴി നൽകും. രമേശ് ചെന്നിത്തലയോട് പറഞ്ഞ വ്യവസായിയും രഹസ്യമായി മൊഴി നൽകും. രമേശ് ചെന്നിത്തല പറയുന്നത് ശബരിമലയിലെ സ്വർണം അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിറ്റു. കൃത്യമായി പറയുകയാണ്, 500 കോടിയുടെ ഇടപാടാണ് നടന്നിരിക്കുന്നത്. തനിക്കറിയാവുന്നതെല്ലാം SITയോട് പറയും. അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു എന്ന് UDF പറയുന്നതിനിടയിലാണ് രമേശ് ചെന്നിത്തലയുടെ ഈ ഒരു വെളിപ്പെടുത്തൽ. അത് UDFനെ വലിയ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. അന്താരാഷ്ട്ര റാക്കറ്റ് എന്ന് പറയുമ്പോൾ സോണിയാഗാന്ധിക്ക് ബന്ധമുണ്ട്, സോണിയാഗാന്ധിയുടെ മരുമകന് ബന്ധമുണ്ട്. ശബരിമലയിലെ സ്വർണത്തിന്റെ വിഷയത്തിൽ രമേശ് ചെന്നിത്തല ഉന്നം വയ്ക്കുന്നത് സോണിയയും മരുമകനെയുമാണോ? സോണിയയും മരുമകനെ ആരും ലക്ഷ്യം വെക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് ക്ലിയറാണ്. രമേശ് ചെന്നിത്തല പറയാൻ പറ്റില്ല. ചിലപ്പോൾ അങ്ങനെയും ആകാം. തനിക്ക് വേണ്ടത്ര അംഗീകാരം കിട്ടിയെങ്കിൽ, മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ലെങ്കിൽ താനിത് ആയുധമായി ഉപയോഗിക്കും. അങ്ങനെ വരാം. തൽക്കാലം അതാണ്. അതൊരു ഇൻഡയറക്റ്റ് ആയിട്ടൊരു അറ്റാക്ക് ആവാം. അതങ്ങനെ വരാം. അതാണ് ഇപ്പം ഒരു അനുരഞ്ജനം എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനത്താണ് ഈ കാര്യം മിണ്ടരുത് എന്നുള്ളൊരു എഗ്രിമെൻറ്റിലെത്താൻ സാധ്യതയുണ്ട്. പക്ഷേ അതിനപ്പുറം അതെന്തുമായിക്കോട്ടെ, അത് പിന്നത്തെ കാര്യം. നമുക്കിപ്പോൾ ആദ്യത്തെ കാര്യം നമ്മൾ പരിശോധിക്കേണ്ടത്, രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആൾ ചെറുമീനല്ല, നത്തോലിയല്ല. അദ്ദേഹം ഇതുപോലെ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം പിൽക്കാലത്ത് 100% തെളിഞ്ഞിട്ടുള്ള ആരോപണങ്ങളാണ്. പത്രക്കാരേക്കാൾ വളരെ റിലയബിളായിട്ടുള്ള സോഴ്സുകൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രീയ ചരിത്രം നോക്കിയാൽ അല്ലാതെ പല കള്ളങ്ങളുമൊക്കെ അദ്ദേഹത്തിനുണ്ടാവാം. രാഷ്ട്രീയ കൗശലങ്ങൾ വേണ്ടി വന്നേക്കാം. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നമ്മൾ അതിപ്പോൾ നോക്കുന്നില്ല. അത് വേറൊരു ചർച്ചയാണ്, വേറൊരു ടോക്കാണ്. നേരത്തെ നോക്കൂ, മേഴ്സിക്കുട്ടി അമ്മയുടെ പേരിൽ ഒരു കളങ്കം പോലും നമ്മൾ ചിന്തിക്കാത്ത മേഴ്സിക്കുട്ടി അമ്മയുടെ പേരിൽ വൻതോതിൽ ഫിഷിംഗ് ബോട്ടുകൾ വാങ്ങിച്ച കാര്യത്തിൽ അഴിമതി ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ. നമ്മളെല്ലാം പുച്ഛിച്ചു തള്ളി. കാരണം മേഴ്സിക്കുട്ടി അമ്മ അവരിങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ളൊരു നാടൻ സ്വഭാവമുള്ളൊരു സ്ത്രീ അങ്ങനെ ഒരു കള്ളം ചെയ്യുമെന്നല്ലേ നമ്മളെല്ലാം വിചാരിച്ചത്. അദ്ദേഹം പറഞ്ഞു, ആരോപണത്തിൽ ഉറച്ചു നിന്നു. അന്വേഷണം വന്നപ്പോൾ എന്താണ്? മേഴ്സിക്കുട്ടിയമ്മ മാത്രമല്ല, കൂട്ടുത്തരവാദിത്തമുള്ള മന്ത്രിസഭയോട് അഴിമതി നടത്തി, വൻതോതിലുള്ള വെട്ടിപ്പ് നടത്തി, അനധികൃതമായിട്ടുള്ള പണമിടപാട് നടത്തിയെന്ന് തെളിഞ്ഞില്ലേ? 100%. എന്നിട്ട് മേഴ്സിക്കുട്ടിയമ്മ കുണ്ടറയിലിട്ട് PC വിഷ്ണുനാഥ് തോൽപ്പിച്ചില്ലേ? PC വിഷ്ണുനാഥ് രമേശ് ചെന്നിത്തലയുടെ ആളല്ല, ഉമ്മൻചാണ്ടിയുടെ ആളാണ്. എന്നിട്ടും അദ്ദേഹം തോൽപ്പിച്ചു കൊടുത്തിട്ട് അങ്ങനെ ഒരു അവസരം കൊടുത്തത്, അതിലൊരു ഗെയിം ചേഞ്ചറായിട്ട് വർത്തിച്ചത് ഒക്കെ രമേശ് ചെന്നിത്തലയാണ്. പിന്നെയും പല ആരോപണങ്ങളും ഉന്നയിച്ചു. അതൊക്കെ ചിലതൊക്കെ N പ്രശാന്ത് എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ വഴിയാണ് കിട്ടിയിട്ടുള്ളതെന്ന് എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ മകനും ഒരു IAS-കാരനാണ്. ആ സോഴ്സ് വഴിയും കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള, പ്രസ് സെക്രട്ടറി ആണോ എന്ന് എനിക്കറിയില്ല, സബ്ജക്റ്റ് ടു കറക്ഷൻ ആയിട്ടുള്ള ഒരാൾ ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിലെയാണ്. ഈ പ്രശാന്തും അദ്ദേഹവും നല്ല സുഹൃത്തുക്കളാണ്. അപ്പോൾ അങ്ങനെയുള്ള സോഴ്സുകളുണ്ട്. അല്ലാതെ തന്നെ മുൻ മന്ത്രിയായിരുന്നതിൻ്റെ പേരിൽ ഒരുപാട് സോഴ്സുകൾ, അതെ, കോൺഗ്രസ്സുകാരായിട്ടുള്ള ധാരാളം സോഴ്സുകളുണ്ടല്ലോ. അതെല്ലാം പരമാവധി ഉപയോഗിക്കുന്നതല്ല ഒരാൾ, അല്ല ചുമ്മാ പൊയ്വെടി വയ്ക്കുന്ന പോലെ അങ്ങനെയുള്ള അല്ല. റബ്ബർ ബുള്ളറ്റുകളും അല്ല, എയർ ഗണ്ണും അല്ല അദ്ദേഹത്തിൻ്റെത്. വളരെ കൃത്യമായിട്ടുള്ള പോയിൻ്റ് ബ്ലാങ്കായിട്ട് കൊള്ളുന്ന AK-47 റൈഫിളാണ് അദ്ദേഹത്തിൻ്റെ ആരോപണ ശരങ്ങൾ. എനിക്ക് ബോധ്യമായിട്ടുള്ളത് ആ കാര്യത്തിൽ നല്ലൊരു പ്രതിപക്ഷ നേതാവായിട്ട് പ്രവർത്തിക്കുന്ന ആൾ ശരിക്കും രമേശ് ചെന്നിത്തലയാണ്. VD സതീശൻ എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ എൻ്റെ പാർട്ടിക്ക് ഞാൻ പാര വെച്ചൊന്നും വലിയ അഭിമാനത്തോടെ പറയുന്ന ആളാണ്. കഷ്ടം എന്ന് എനിക്ക് പറയാനുള്ളൂ. എനിക്ക് അദ്ദേഹത്തിനോടൊരു വിരോധവും ഉണ്ടായിട്ടല്ല. ഞാൻ മറ്റു പല കാര്യങ്ങളിലും ഞാൻ അദ്ദേഹത്തെ ആദരിക്കുന്നു. പുസ്തകമൊക്കെ വായിക്കുന്ന ആളാണെന്നുള്ളത്, അതുകൊണ്ട് ഞാൻ ആദരിക്കുന്നു. അത് വേറൊരു കാര്യം. ഞാനീ പറയുന്ന കുറ്റങ്ങൾ പറയുന്ന അവരോടുള്ള അവഹേളനം കൊണ്ടോ പുച്ഛം കൊണ്ടോ പറയുന്നതല്ല. നല്ല വശങ്ങൾ നല്ലതെന്ന് പറയും, ചീത്തയെന്ന് പറഞ്ഞെങ്കിൽ പത്രപ്രവർത്തകൻ്റെ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകൻ്റെ നിയോഗമാണ്. അതെനിക്ക് എൻ്റെ ആ ഡ്യൂട്ടി ചെയ്തേ പറ്റും. ഇക്കാര്യത്തിൽ 500 കോടിയുടേതെന്ന് പറയുന്നതും കോടതി നേരത്തെ ഉന്നയിച്ച സംശയവും കൂടി ചേർത്ത് വായിക്കുമ്പോൾ വൻതോതിലുള്ള ആൻറ്റിക് ലേലം നടന്നിട്ടുണ്ട്. അതിൽ 500 കോടി എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞത് അങ്ങനൊന്നും ആയിരിക്കത്തില്ല. സൗത്ത് ബേയിലൊക്കെ ഒരു ലേലം, വിൻസ്റ്റൺ ചർച്ചിൽ വലിച്ച ഒരു സിഗരറ്റ്, അതിൻ്റെ തുണ്ട്, അങ്ങയുടെ തുപ്പലും എല്ലാം വീണ ഒരു സിഗരറ്റ് എത്ര കോടി രൂപയ്ക്കാണ് പോകുന്നതെന്നറിയും. വിൻസ്റ്റൺ ചർച്ച് പൈപ്പ്, സിഗരറ്റ് അല്ലല്ലോ, പൈപ്പ് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്ന കാണാൻ, തൊപ്പിയും വെച്ചോണ്ട് ഇങ്ങനെ ഒരു തോട്ടി പോലത്തെ ഒരു പൈപ്പും വെച്ചോണ്ടിരിക്കുന്ന കാണാമല്ലോ. പൈപ്പ് എന്ന് തന്നെയല്ലേ അതിൻ്റെ പേര്. ഞാൻ ഈ ജാതിയൊന്നും വലിക്കാറില്ല, എനിക്കറിയത്തില്ല. ഇങ്ങനെയൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സാധനം
അത് വിറ്റത് 22 കോടി രൂപയ്ക്ക്. ആ തുണ്ട ആർക്കും വേണ്ടാത്ത വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ തുപ്പൽ പറ്റിയ പൈപ്പ് വിറ്റത് അറിയാം. ആൻറ്റിക്കാണ്. അപ്പം മഹാനായ രണ്ടാം ലോകമഹായുദ്ധം ജയിച്ച ആൾ തുടങ്ങിയതും അങ്ങേര് തന്നെ. ജയിച്ചത് റഷ്യക്കാരാണ്. റഷ്യയാണ് ജയിച്ചത്. ഇയാൾക്കാണ് പേര് വിൻസ്റ്റൺ ചർച്ചിൽ. തീപ്പരി പ്രസംഗത്തിന് നോബൽ സമ്മാനം കിട്ടിയ ആൾ. അങ്ങ് എന്താ വിലയെന്നറിയാമോ? അങ്ങനെയുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ഇപ്പം നമ്മൾ നോക്കൂ, മയൂര സിംഹാസനം, കോഹിനൂർ രത്നം ബ്രിട്ടൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു തരത്തില്ല. അതുപോലെ മൂല്യം അതിന്, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ശബരിമല സന്നിധാനം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പുരാതന ക്ഷേത്രത്തിലെ സാധനമാണെന്ന് പറഞ്ഞൊക്കെ ഉണ്ടല്ലോ. ഇത് തേച്ച് മിനുക്കിയെടുത്ത് അവിടെ വിറ്റ് കഴിഞ്ഞാൽ തേച്ച് മിനുക്കരുത്. തേച്ച് മിനുക്കിയാൽ പുതിയതാണെന്ന് തോന്നുന്നു. പഴയതാണെന്ന് പറഞ്ഞ് കാർബൺ ഡേറ്റിങ്ങും വെച്ച് നോക്കി കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഇത് അത്ഭുത വസ്തുവായിട്ട് അവിടുത്തെ കോടീശ്വരന്മാർ, ശതകോടീശ്വരന്മാർ അവരുടെ സ്വീകരണ മുറി അലങ്കരിക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകും. മനസ്സിലായി? കോടികൾ കൊടുക്കുക. അവർക്ക് അവരുടെ ഉണ്ട് പണം, ഉണ്ട് പണമുള്ളവരുണ്ട്. കാരണം മര്യാദയ്ക്ക് വ്യവസായം നടത്തി അല്ലെങ്കിൽ കച്ചവടം നടത്തിയും പണം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അന്യന് ഭാര വെച്ച് ഇതുപോലെ കള്ളത്തരം കാണിച്ച് ശബരിമല അയ്യപ്പൻ്റെ മോട്ടിച്ചു ഉണ്ടാക്കുന്ന പണമല്ലത്. അന്തസ്സായിട്ടുള്ള കച്ചവടം നടത്തിയ അവർ കൊണ്ടുപോയി കഴിയുമ്പോൾ ഇതിന് സ്വർണത്തിൻ്റെ വിലയല്ല. ലോകത്തിലുള്ള സ്വർണ്ണമെല്ലാം കൂടെ കൂട്ടിയാൽ എത്രയാണോ വില അതുപോലെ. മനസ്സിലായോ? ഗുരുവായൂരിനും ഇതുപോലെ പോയിട്ടുണ്ട്, ഒരു തുമ്പും കിട്ടിയിട്ടില്ല. ഗുരുവായൂരിനും മോഷണം പോയിട്ടുണ്ട്, ഒരു തുമ്പും കിട്ടിയിട്ടില്ല. നേരത്തെ ഒരു മാല പോയിരുന്നു ഗുരുവായൂരിന്ന്. ആ മാല കണ്ടെത്തിയത് അവിടുത്തെ കിണറ്റിൽ നിന്നാണ്. അത് കണ്ടുപിടിച്ചു. അത് ആരോ പ്രതികാരം ചെയ്തതാണ് എന്നാണ് പറയുന്നത്. അവിടുത്തെ മേൽശാന്തി അവിടെ നിന്ന് പോയപ്പോൾ മേൽ ചെയ്ത പ്രതികാരമാണത്. അത് തിരിച്ചു പിടിച്ചു. പക്ഷേ ഇതൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് ഇന്ത്യയിൽ വലിയ ബിസിനസ്സാണിത്. അമ്പലങ്ങളിൽ നിന്ന്, പുരാതന ക്ഷേത്രങ്ങളിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോകാം. അന്നേരം ഈ സ്വർണത്തിൻ്റെ തൂക്കമൊന്നുമല്ല നോക്കുന്നത്, ആൻറ്റിക്വിറ്റിയുടെ തൂക്കമാണ് നോക്കുന്നത്, കാർബൺ ഡേറ്റിംഗ് വെച്ച്. അതിന് അമൂല്യങ്ങളെ രത്നങ്ങളെക്കാളിലും വലിയ വിൽപ്പനയാണ്. ലേലം വിളിക്കുക, വാശിക്ക് ഓരോരുത്തർ കയറ്റി വിളിക്കും. ഞാൻ അവരുടെ കോടീശ്വരന്മാരുടെ അവരുടെ പണത്തിൻ്റെ ഒഴുപ്പ് കാണിക്കാൻ അവസാനം പോകുന്ന കോടിക്കണക്കിന് രൂപയ്ക്ക്. നമ്മുടെ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു വലിയ, മനസ്സിലായില്ലേ? അങ്ങനെയുള്ള സംഭവങ്ങളാണ് നടക്കുന്നത്. നടന്നു എന്ന് വിചാരിക്കാൻ വേറൊരു കാര്യം കൂടെ ഹൈക്കോടതി പറഞ്ഞു, ഇതിനകത്ത് വൻ ഇടപാടുകൾ നടന്നിട്ടുണ്ട്, വൻ തോക്കുകളുണ്ട്, സുഭാഷ് കപൂറിനെ പോലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഇടപാടിന് പത്മകുമാർ പോരാ, മതിയാവില്ല. അതിന് മേലൊരാളുണ്ട്. അത് ഉണ്ട്, കടകംപള്ളി ഉണ്ട്. കടകം തിരിഞ്ഞ് നിൽക്കുക ഇപ്പോൾ. പക്ഷേ കടകംപള്ളി ഉണ്ട്. കടകംപള്ളിക്ക് മുകളിലുണ്ട്. 500 കോടി ഏർപ്പാടൊന്നും കടകംപള്ളി സ്വന്തമായിട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. അതിന് മേളിലാരുണ്ട് 2, 3, 5 കോടി വരെ നമുക്ക് മാക്സിമം നോക്കാം. അതിനുമപ്പുറം 500 കോടിയുടെ കള്ളൻ എന്നെ കണ്ടാ അറിയുമോ ഗണ്ണം കട്ടാണെന്നും പറഞ്ഞ് പരാക്രമം പിടിച്ച് നടക്കുകയാണ് കേട്ടോ. പരിഭ്രാന്തി പിടിച്ച് നടക്കുകയാണ്. ഇത് അങ്ങോട്ട് പോകുന്നില്ല. കാരണം അവിടെ അങ്ങ് അടിച്ചമർത്തും. എന്നിട്ട് എല്ലാവർക്കും പരാതി എന്താ? ദിലീപിനെ കെട്ടിത്തൂക്കിയില്ല, ദിലീപിനെ കഴിമരത്തിൽ കയറ്റിയില്ലെന്നുള്ളതും പറഞ്ഞുകൊണ്ടാണ് ചീത്ത വിളിച്ചുകൊണ്ട് നടക്കുന്നത്. എടാ ഇതെന്ത് വേണം? തെളിവ് നശിപ്പിച്ചെന്നുള്ളതിന് പോലും തെളിവില്ല. ഇവിടെ തെളിവ് നശിപ്പിച്ചെന്നുള്ളതിനും തെളിവുണ്ട്, മോഷണം പോയെന്നുള്ളതിനും തെളിവുണ്ട്, അന്ന് മന്ത്രിയായിട്ടിരുന്ന ആരൊക്കെയാണെന്നുള്ളതിനും തെളിവുണ്ട്. എല്ലാ CPM-കാർ വരെ അവിടെ ജയിലിൽ കിടക്കുക. തെളിവുണ്ടായിട്ടല്ലേ പിടിച്ചിട്ടിരിക്കുന്നത്. മറ്റവർക്കെതിരെ തെളിവുണ്ട്. പക്ഷെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തങ്ങളുടെ ജോലി പോകുമെന്നുള്ള പേടിയുണ്ട്. SIT-കാർ പോകാതിരിക്കുക. ഇതാണ് സംഭവിക്കുന്നത്. എന്നിട്ട് ഒരു തെളിവില്ലാത്ത ദിലീപ് എങ്ങനെയാണെങ്കിൽ ഇത് കൊള്ളാമല്ലോ, ദിലീപിനെ കഴിവറ്റിയില്ലെന്നും പറഞ്ഞു. എന്ത് ചെയ്യാമെന്ന് പറയണ്ടേ? ഈ രാജ്യത്തെ കോടതിക്കൊന്നൊരു വിലയില്ല ഇവരുടെ മുമ്പിൽ. കോടതിയുടെ ജഡ്ജ്മെൻറ്റിനും വിലയില്ല. ജഡ്ജിമാരിനി സ്ത്രീകൾ വരാൻ ഭയക്കും ഈ സ്ഥാനത്തേക്ക്. കാരണം ഇത് കേട്ട് കഴിഞ്ഞാൽ സിനിമയിൽ മാത്രമല്ലല്ലോ ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നത്, അപകീർത്തി ഉണ്ടാവുന്നത്. ആ ജഡ്ജിന് അപകീർത്തിയല്ലേ ഉണ്ടാക്കിയത്? കുറേ ചാനലുകാർ ചേർന്നുകൊണ്ട് അവരെ കഴിഞ്ഞ് ആരുമില്ലെന്നും പറഞ്ഞ് മാപ്പ് ചോദിക്കണം അവർ. കോടതി അലക്ഷം ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരു സ്ത്രീയോട് കാണിച്ച അപരാധം തന്നെയാണിത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇവിടെ തെളിവുണ്ട്. തെളിവുള്ളതിൻ്റെ അറസ്റ്റുകൾ വരട്ടെ, അത് കഴിഞ്ഞിട്ട് ബാക്കി തീരുമാനിക്കാം. രമേശ് ചെന്നിത്തല ഉറച്ചു തന്നെ നിൽക്കുക. ഒരു ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ നേതാവാണ്. ശബരിമല പോകുന്ന ആളുമാണ് അദ്ദേഹം. പറഞ്ഞത് മുഖവിലയ്ക്കെടുക്കണം. അങ്ങനെയെങ്കിലും കടകംപള്ളി അറസ്റ്റ് ചെയ്യണം. 500 കോടി എവിടെ പോയി എന്നുള്ളത് കേരളം അറിയണം. ഭക്തർ മാത്രമല്ല, ഭക്തരല്ലാത്തവർ പറയണം. നിങ്ങൾ മോട്ടിച്ച് 500 കോടി കേരളത്തിൻ്റെ സ്വത്താണ്, അതെവിടെ പോയി?
500 കോടി എന്തിനു വിനിയോഗിച്ചു? ഉത്തരം പറയണം.